ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗ് എടുക്കാൻ പോവാണ്. ഇറ്റ് വിൽ ബി മോർ ലൈക്ക് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, യു കെൻ സേ. ആൻഡ് I do know that I do have more of like non-Malayali viewers, but എന്താ പറയുക, മലയാളം അങ്ങോട്ട് വരും. ഇത് മലയാളത്തിൽ നിന്ന് ബ്രെയിനിലേക്ക് പോയി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു ഒത്തൻറ്റിസിറ്റി നഷ്ടമാവുന്നത് പോലെ തോന്നുന്നുണ്ടാണ്. ബട്ട് സ്റ്റിൽ ഐ ട്രൈ ടു സ്പീക്ക് മോർ ഇൻ ഇംഗ്ലീഷ്. സോ മോർണിംഗ് ഞാനും എൻ്റെ ബെസ്റ്റിയും ഫസ്റ്റ് കുടിക്കുന്നതാണ് ഞങ്ങളുടെ കുക്കുംബർ സ്മൂതി. ഇത് ഞങ്ങൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. ബിക്കോസ് ഞങ്ങളിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ടും ഒക്കെ നമ്മളങ്ങനെ ഭയങ്കര വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ മെഴുക്ക് വരട്ടികളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഫുൾ ഇതുണ്ടാവില്ല, നമുക്ക് കിട്ടുന്നുണ്ടാവില്ല എല്ലാ വൈറ്റമിൻസോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് വെള്ളം കുടിക്കാത്തതുകൊണ്ട് ആ ഒരു എന്താ ഹൈഡ്രേറ്റിങ് ആ സംഭവമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നിങ്ങനെ ഫ്രഷ് ആവാനും ഒക്കെ വേണ്ടിയാണ് രാവിലെ തന്നെ ഞങ്ങൾ കുക്കുംബർ സ്മൂതി കുടിക്കാറ്. അപ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഹെൽത്തി ആയി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. ഒരു പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ അടുത്ത അമ്പലത്തിൽ എന്തോ കല്യാണം എന്തോ നടക്കാൻ തോന്നുന്നു. ഞാനിത് ഫുൾ പീൽ ചെയ്യട്ടെ. പെട്ടെന്നൊരു കണ്ടന്റ് അല്ല, ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പാട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പെണ്ണിനെ ചെറുക്കിനെ കാണാൻ പറ്റുന്നില്ല. തോന്നുന്നു കർണാടക വെട്ടി. ഒരു ചെറുക്കം മാത്രമേ ഉള്ളൂ കേട്ടോ, പെൺകുട്ടിയില്ല. എനിവേസ്, സോ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക്. എന്താ ഇത്? ട്രെക്ക് ഓഫ് ലൈഫ്. ഓക്കെ, ഇതിൽ കുക്കുംബർ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, ഗൂസ്ബെറി ഉണ്ട്. That's it. ഇത് നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന ഞാടി ഞരമ്പുകളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. സോ ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക എന്തുണ്ടാക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി 9:45 ആയി. എന്തുണ്ടാക്കാനും എൻ്റെ മനസ്സിലുള്ളത് ടൊമാറ്റോ ചട്നിയും റാഗി ദോശ ഉണ്ടാക്കാനാണ്. സോ ഞാനിപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ രണ്ടാമത്തെ ഐറ്റമാണ് റവ ദോശ ആൻഡ് ടൊമാറ്റോ ചട്നി. ഹായ് ഗായ്സ്. സോ റാഗി ദോശയും ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയതിന് ശേഷം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ബാക്കി ഉണ്ടാക്കാനായിട്ട് ഇവിടെ കറണ്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഇൻഡക്ഷൻ കുക്കറിലാണ് ഫുഡൊക്കെ. പക്ഷെ ഇപ്പം ഞങ്ങൾ നോട്ടീസ് ചെയ്ത് ഇത്രയും നാളങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട്
ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ കറണ്ട് പോവുക. ഇന്നലെ ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ ഉണ്ടായതായിരിക്കും, പക്ഷെ ഇന്നും കറക്റ്റ് ആ ടൈം ആയപ്പോൾ തന്നെ കറണ്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഞ്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഹായ് ബെസ്റ്റി. ബെസ്റ്റിക്ക് വയ്യ ഒട്ടും, ഇന്നലെ മുതൽ വയ്യ, ഫുൾ ഛർദിയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഓക്കെ, എന്താ നമ്മുടെ ഉച്ചത്തെ പ്ലാൻ? ബിരിയാണി ഓർഡർ ചെയ്തു. എവിടുന്നാ ബിരിയാണി ഓർഡർ ചെയ്ത്? മുട്ടയുള്ള ബിരിയാണി ആയിരിക്കോ? കടവില് മുട്ടയില്ലേ? ഉണ്ട്. ഓക്കെ, മുട്ടയിടാം. മുട്ട ഒന്ന് പുഴുങ്ങി അതിലിടാൻ പോലുള്ള കറണ്ട് ഇല്ല നമുക്ക്. കുഴപ്പമില്ല, നോക്കാം. സോ ഗൈസ്, കറണ്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി വന്നു, ചിക്കൻ ബിരിയാണി. അപ്പോൾ ആ ചിക്കൻ ബിരിയാണിയാണ് ഇപ്പോൾ കഴിക്കുന്നത്. തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ്, അല്ല കണ്ണൂരോ? കടവ്. ആ, കടവിലുള്ള എനിക്കൊന്ന് മലബാറി തന്നെയാണ്, നമ്മുടെ സ്റ്റൈൽ തന്നെ. അപ്പം ഇങ്ങനെ എനിക്ക് എൻ്റെ വായിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾ പോയിട്ട് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു ഗേ ആക്ടിവിറ്റി ഞാൻ പങ്കെടുക്കണത് പോയി കണ്ടിട്ട് വരും. ഓക്കെ, ഹായ് ഓൾ, വെൽക്കം ടു മൈ ഫസ്റ്റ് വ്ലോഗ് ഓഫ് 2025. അപ്പോൾ ഇന്ന് മീനാക്ഷി ഉണ്ട് നമ്മുടെ കൂടെ, വിവോ ഉണ്ട്, പിന്നെ വേറെ കുറച്ച് പേരും കൂടി ഉണ്ട്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു എസ്കേപ്പ് റൂം എന്ന് പറഞ്ഞൊരു ഗെയിം കളിക്കാനായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന 4 പേര് സ്റ്റക്കാണ് ട്രാഫിക്കിൽ. അപ്പോൾ ഇവരോട് കുറച്ച് ടൈം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ ചോദിക്കട്ടെ. No problem. 5 minutes? Sorry? You need 5 minutes? No, Yeah. he said hi. So, are you excited? No. Are you excited, Minaki? Yeah, Minaki? പറയാൻ വാക്കുകളില്ല ഗൈസ്. So, one time experience എന്ന് പറയാം. എക്സ്പീരിയൻസ് അതിപ്പോ ഞങ്ങളുടെ പുറകിൽ സ്വപ്നം പോയിട്ടിട്ടുണ്ട്, ആരെങ്കിലും ഒക്കെ തുറന്നിരുന്നത്. പറയൂ വിവോന്റെ എക്സ്പീരിയൻസ്. വളരെ ശോകമായിരുന്നു. ഞാനൊരു 100 വട്ടം പറഞ്ഞത് ലേസർ ടാഗിന് പോകാന്ന് പറഞ്ഞാൽ കേൾക്കില്ല. എന്നിട്ട് എന്താ പൈസയും കൊണ്ടും കളഞ്ഞു. ഓൾറെഡി ഒരു വട്ടം പോയിട്ടുള്ളതല്ലേ. ശോകം സ്ഥലം, ശോകം ശോകം. സച്ചിൻ എങ്ങനെയുണ്ടായിരുന്നു ലേസർ ടാഗ് എക്സ്പീരിയൻസ്? പിള്ളേരെ കളിക്കുന്ന പിള്ളേരെ കളി പൈസ പോയിട്ടാ പറയാനൊന്നുമില്ല, അതുപോലെ അടിപൊളിയായിരുന്നു. അങ്ങനെ എസ്കേപ്പ് റൂം ഫ്ലോപ്പ് ആയതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ ലേസർ ടാഗിന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടു. അതിലാണ് എൻ്റെ പേടി ഞാൻ തിരിച്ചറിഞ്ഞത്. പേടി ഇൻ ദ സെൻസ് ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് ചാടാനൊന്നും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചാടാനൊന്നും പറ്റില്ല. അതായി ഈ സംഭവം, ഇത് ഞാനൊരു സാമ്പിൾ ഇട്ടതാണ്. സച്ചിൻ എന്ത് സ്മൂത്തായിട്ട് ചെയ്യുന്നു ഈ ഒരു ഗെയിം, ഈ ഒരു ആക്ടിവിറ്റി. ഇവിടുന്ന് നമ്മൾ ആദ്യം ക്ലൈംബ് ചെയ്ത് കയറിയിട്ട് അവിടെ നിന്ന് ഒറ്റ ചാട്ടം ചാടുകയാണ് ചെയ്യേണ്ടത്. പേടി എനിക്ക് തോന്നുന്നു സച്ചിനും പേടി ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഹി ഡിഡ് എ ഗുഡ് ജോബ്. വളരെ സ്മൂത്തായിട്ട് തന്നെ ചാടി.
അതാ നെക്സ്റ്റ് വരുന്നു അഞ്ജലി. ഞാൻ ചാടാനിട്ട് എന്നെ ചാടിക്കാൻ വേണ്ടി അവർക്ക് സ്റ്റാഫ് വരെ മേളിൽ കയറി വരേണ്ടി വന്ന അവസ്ഥയായി. ഞാൻ എന്തൊക്കെയോ പുള്ളിനോട് പറയുന്നുണ്ട്, പ്ലീസ് എന്നെ ഉന്തിയിടരുത്, ഞാൻ തനിയെ ചാടിക്കോളാം എന്നൊക്കെ. എന്നിട്ട് ഞാൻ ഒന്ന് തിരിച്ച് ഈ സ്റ്റെപ്പ് വഴി തന്നെ ഇറങ്ങിപ്പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവരാരും സമ്മതിച്ചില്ല. വേണമെങ്കിൽ അവിടെ നിന്ന് വെറുതെ ചാടിക്കോ, ഒന്നല്ലെങ്കിൽ മറ്റേ സംഭവം ചാടി പിടിക്കണം, അല്ലെങ്കിൽ വെറുതെ അവിടെ നിന്ന് ഇരുന്ന് ചാടിയാലും മതി. ഈ എന്താ പറയുക, ഇതുവഴി ഇറങ്ങാൻ പറ്റില്ല എന്നാണ്. ലാസ്റ്റ് ഒരു ഗതി പരഗതിയിലാണ് ഞാൻ ചാടാൻ തന്നെ പ്ലാൻ ചെയ്യാണ്. ആക്ച്വലി അപ്പോൾ ആനന്ദത്തിന് മൂവിയിലെ ആക്ട്രസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എന്നെ ചിയർ ചെയ്തു ചാടാൻ പറഞ്ഞിട്ട്, എന്നിട്ട് പോലും ഞാൻ ചാടിയില്ല. അപ്പം ഞാൻ ചാടാനായിട്ട് മൈൻഡൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. എന്നിട്ട് ഞാൻ നോക്കണം എൻ്റെ ഹെൽമെറ്റൊക്കെ ഓക്കെ അല്ലേ. ഓക്കെ, നീ എന്തായാലും ചാടാം. ആ സ്റ്റാഫിന്റെ ക്ഷമയുടെ നെല്ലിക്കലക വരെ പോയി ഞാൻ ചാടാനിട്ട്. പിന്നെ യാതൊരു വഴിയില്ലാണ്ട് ഞാൻ ചാടാൻ. അപ്പോൾ ഇത്ര നേരം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ചൂട്, ബാംഗ്ലൂരാന്ന് പറഞ്ഞിട്ടറിയില്ല, നല്ല ചൂടുണ്ട്. ബെസ്റ്റ് ഇതാ ക്രീമിട്ട് റെഡിയാവുന്നു. ഇത് ലിപ്സ്റ്റിക് ഇടണോ? അപ്പോൾ നമ്മുടെ കൂട്ടുകാർ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. ഭയങ്കര സണ്ണി ലൈറ്റൊക്കെ. ഇതാ ഞങ്ങളുടെ ടീമേറ്റ്സ് ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഹായ് സ്കൈ ആൻഡ് സൺ സ്മൂച്ച്ഡ്. ബ്ലൂ സ്കൈയും ആകാശം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചു, ബ്ലൂ സ്കൈയും സണ്ണിൻ്റെ ആ ലൈറ്റും കൂടി ആയപ്പോൾ സൂപ്പറായിരുന്നു. നമുക്കിനി ഒരു ട്രൈപോഡും കൂടി ഓക്കെ. അപ്പോൾ ഇനി ഞങ്ങൾ ഈ കുടിക്കുന്ന സ്ഥലത്ത് പോയിട്ട് കാണിക്കാം. നല്ല ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവരെ കാണിക്കാം. അവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. മുട്ട കൊണ്ടുള്ള എന്തോ ഐറ്റമാണ്. ഞാനൊരു സവാള മുടയും കടമുട്ടയും. ഫ്രീ പായസം കിട്ടി ഗൈസ്. മിഷൻ സക്സസ്. എന്ത് നമ്മൾ ചെയ്യാൻ പോണേ? സാരി എടുക്കാൻ പോകുന്നു നമ്മൾ. എന്തിനുള്ള സാരി? ഒക്കേഷൻ? എന്റെ കല്യാണത്തിനുള്ള സാരി. Peace out. Peace out. So we are getting ready for Aishwarya's marriage. Nice. Orange and ആ കളർ എനിക്ക് ഇഷ്ടമായിട്ടാ. So I'm getting this saree for her wedding. Price? Low budget. അപ്പോൾ ഞാൻ
ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ബിറ്റ് വീഡിയോ, എന്താ പറയുക, സാരി എടുക്കണുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു വെഡിങ് സാരി ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ക്രീം ആൻഡ് റെഡ് കോമ്പിനേഷൻ. ക്രീം സാരിയിൽ റെഡ് ബോർഡർ വന്നതാണ് എൻ്റെ ഡ്രീം വെഡിങ് സാരി. ഇവിടെ കണ്ടില്ല, കണ്ടത് kind കുറച്ച് of ഒരു സാധനം കണ്ടു, പക്ഷേ ആക്ച്വലി എനിക്ക് വേണ്ടതല്ല. സോയാ അങ്ങനെ ഒന്ന് തിരിച്ചറിഞ്ഞി. എല്ലാ ദിവസവും ഷോപ്പിംഗ് ഉണ്ട് തെറ്റാണ്ട്. എന്താ ഉണ്ടാക്കണേന്ന് വെച്ചറിയില്ല. നാണായി. ഞാൻ 0.5x എടുക്കണത്. So mostly this vlog will be like point of my view. ഞാൻ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൈര് കാണുന്നുണ്ട്. വേണ്ട. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഹെൽത്തി ആവണേൻ്റെ വേറൊരു സംഭവം കൂടിയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. ചായപ്പൊടി, ഉപ്പ്. ഇവിടെ ഉണ്ടാവില്ലല്ലോ, ഇവിടെ ഒന്നുമില്ല. സ്നാക്ക് ഐറ്റമാണ് ഇവിടെ. ഫ്രണ്ടിലേക്ക് നേരെ ഇടന്നോ. ദാ നേരെ കാണുന്ന ആ വെള്ളപ്പൊടികൾ എന്താണോ? ഇത് കൊള്ളട്ടെ. ഞാൻ 0.5x എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ എല്ലാം കൂടി വരുന്നുണ്ട് ദൂരത്ത്. എന്താ ഇത്? ചായപ്പൊടി. നമ്മൾ ഓൾറെഡി എന്തായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ആ കുഞ്ഞി താജിൻ്റെ അതെടുത്തു. എന്നും ചായ കുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും തൊണ്ടവേദനയൊക്കെ വന്നാൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഇനഫ്. ഭയങ്കര ചെറുതായിപ്പോയോ? സോൾട്ട്. നമുക്കെന്തോ കണ്ണിന് പ്രശ്നമുണ്ട്, കണ്ടില്ല നമ്മള്. അതാണോ ആ വെള്ളപ്പൊടികൾ? ഉപ്പാണോ? ടാറ്റാ സോൾട്ട്. അംബാനിക്കൊരു പ്രോഫിറ്റ് ആയിക്കോട്ടെ. പിന്നെ സോറി, റിലയൻസിലല്ലേ? ടാറ്റ ആരായിരുന്നു? ടാറ്റന്റെ ആൾക്കാരാരാ? പറ 1 2 3. ഇത് കാണുന്നുണ്ടോ മാർക്കറ്റ് ഫീഡിലെ ആൾക്കാര്? അംബാനിയല്ല, റിലയൻസ് മുകേഷ് അംബാനിന്റെയും ടാറ്റ വേറൊരു അംബാനി ഇന്ത്യൻ്റെ. അങ്ങനെയല്ല പിന്നെ? പക്ഷെ അംബാനി അല്ലെന്നറിയാം. അത് തന്നെ ഇത് വെച്ച് ഞങ്ങൾ ജഡ്ജ് ചെയ്യരുത്. അത് നാക്കിന്റെ തുമ്പത്ത് നിന്നിട്ട് വരാഞ്ഞതായിരുന്നു. എണ്ണയും ഇതും മാത്രമേ ഉള്ളൂ. ബാക്കി ഷോപ്പിംഗ് ആക്ച്വലി കഴിയുന്നില്ല. ഓക്കെ ദെൻ ഡൺ. ശരി, ഡൺ. ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഇല്ല, യു ഗൈസ് ഹാവ് ടു പാർട്ടിസിപ്പേറ്റ്. I do have a question for Melvin. Okay, so see, this will be the last phase of my last part of my vlog. So I should have some questions for these guys. Yes. So you please shoot it. This is towards Melvin. Okay. So what's the most ridiculous thing
കട്ട് 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 ridiculous പറഞ്ഞേ. that you believed as a child. So many things are there. Let him. Yeah, I think he's so ridiculous. കട്ടെ കട്ടെ കട്ടെ. വേറെ വേറെ നല്ലതെടുക്കാം. ഇല്ല, ഏറ്റവും ഒരു വിയേർഡ് ആയിട്ടുള്ളതെന്ന് പറയാ, അല്ലെങ്കിൽ ഒരുമാതിരി സംഭവം നീ ചെയ്തത്. അത് ശരിയാന്ന് കരുതി. സോ മെനി തിങ്സ് ആർ ദേർ. ആ ടൈഗറിന്റെ കാര്യം വരെ, കടുവ സിംഹത്തിന്റെ ഗേളാന്ന് വിചാരിച്ചത്, ഫീമെയിൽ ആണെന്ന് വിചാരിച്ചത് തന്നെ. ഞാനൊന്നും പറയില്ല, ചത്താലേ ഞാൻ പറയുന്നത്. ഇല്ല, ഇത് ഇടാനല്ലേ, ഇത് ജസ്റ്റ് ഫോർ ഫൺ. അതെ അതെ. അതെ, ഇത് fun തന്നെയാണ്. പറഞ്ഞോ, ആ കഥ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. മെൽവിൻ, കം ഓൺ, അജി, no. അത് രസില്ല. ഡോണ്ട് ബി സോ ഷൈ. ഓക്കേ. മെൽവിൻ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ക്യാം എടുത്താ പിന്നെ വേറൊരാളാ അതെ അതെ. നമ്മൾ ഇത്ര നാള് കണ്ട്. ആ. യാ. പോണ തിരിച്ച്. അയ്യോ, ഇങ്ങനെ നല്ല രസം കേട്ടോ മെൽവിനെ കാണാനായിട്ട്. നീ പൊക്കല്ലേ. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞ, സീരിയസ് ആയിട്ട് പറഞ്ഞ. പറയ്. എനിക്കറിയില്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ജെയിൻ Okay, the question goes to Jane. ജെയിൻ. Same question. What question? What's the ridiculous? Next question, please. No, same question. Good question. Which is a ridiculous thing that you have done in your childhood? Done. That you have believed when you were a child. Maybe we all have believed that like if we eat any seeds or something, Yes. it will grow later. That was a cute thing. Oh, I always tell cute things. I don't know why it is. Then next one, no, I have a serious question. For Melvin. Melvin, this time you have to. What's one thing you're most proud of, like about yourself? There are so many things. I don't think so. Not even one thing. No, I'm confused which one to maybe cooking skills. Yes, right. Even By I the way, agree. viewers, Melvin is a best cook. Yeah. 3 hearts for Melvin. Okay, next question. Ma'am. Maybe same question to G. Ha. Yeah, can you repeat the question? I think his cleanliness, you're proud of that, I guess. No, what was the question? I didn't. Like, what is that one thing that you're so proud of yourself? My surviving skills. Huh. I think so. Yeah. Yeah, I think my surviving skills. What turns you on? What attracts you to people? What attracts you to people? What attracts you to people means എന്ത് കണ്ടിട്ടാണ് she getting attracted to one person? Arrogance and attitude. ഫസ്റ്റ് ഇംപ്രഷൻ കാണാനുള്ള ലുക്ക് തന്നെയായിരിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ ഗോസ് ടു ദാറ്റ് ഇറ്റ്സെൽഫ്. ഇങ്ങനെ ആവരുത്. ഇങ്ങനെയോ ഇങ്ങനെ ആയിക്കോട്ടെ. ഇങ്ങനെ ആവരുതേ ചെയ്യും. യൂട്യൂബല്ലേ പിന്നെ what was the question? അതിലേക്ക് എന്താ സബ്സ്ക്രൈബേഴ്സില്ല. എങ്ങനെയാ ഒരാൾ അട്രാക്ട് ആവുന്നത്? Looks, smell, elegance. ആദ്യം തന്നെ ചെന്ന് മണക്കാൻ പറ്റുമോ? മോശമാണോന്നുണ്ട് ഇഷ്ടപ്പെടൂല. Elegance is a good thing. Okay. Attitude. Confidence. Confidence. ഇവിടെ കൊണ്ടാ കാണുന്നത്. The way they behave. ഫസ്റ്റ് അപ്പിയറൻസിലെല്ലാം അറിയാലോ കോൺഫിഡൻസ് ആണോ. Yeah, next question. Anjali, what about you? Maybe their attitude, you can say. Attitude. Okay. What is the purpose of your existence? Wow. By the way, you have an iPhone Pro. Wow.
is the purpose of existence? I think you are figuring out. Maybe Not yet. at this point of time, my I purpose think is Jane will to be take care of my family. Family. Yours? Same, I would say. See, what is your purpose? I think there is no purpose leaving at all. No, I'm just going with the flow. I think you are a bharam to the earth. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇങ്ങനെ ഭാരമായി Cut. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, എനിക്ക് ആക്ച്വലി കാണും മണീനെ പോലെ. ഓക്കെ ഗൈസ്, ഫുഡ് അപ്പൊ ജെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോഴേ റെഡി ആവാൻ തുടങ്ങി ഓൾറെഡി. ഇവിടെ ഉണ്ട് ഓറഞ്ച് ജ്യൂസ്. അല്ലല്ല, അത് ഇവിടെ. അയ്യോ, ക്യാമറ കൂടെ പിടിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട്? എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, നെയ്ച്ചോറുണ്ട്. എങ്ങനെയുണ്ട്? എംപയറിലെ ഫ്രൈഡ് റൈസ് ആൻഡ് ബട്ടർ ചിക്കൻ ആക്ച്വലി ഡീസന്റ് ആണ് അല്ലേ? You are a mess, I guess. So, yes. ഇന്നത്തെ ഡേ കുറച്ച് അത്യാവശ്യം നല്ല കണ്ടന്റ്സ് ഒക്കെ കിട്ടി. Today I'm really happy because I did justice to my vlog. Thank you, Bestie, for reminding me. Because I don't know, sometimes I'll forget. Should I vlog? I definitely will forget the whole vlog thing and I'll be living the moment. So, but this time I tried to capture it and ഇൻട്രോ മാത്രം എടുക്കും. എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങുന്നെങ്കിൽ വെൽക്കം ടു മൈ വ്ലോഗ് എന്ന് പറഞ്ഞ് ഇൻട്രോ എടുക്കും എന്നല്ലാതെ കഴിഞ്ഞു, സാധനം കഴിഞ്ഞു. വേറെ ഉള്ളി വ്ലോഗും മറന്നു, എല്ലാം പിന്നെ ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ വ്ലോഗ് എന്ന് പറയും. പക്ഷെ ഇപ്രാവശ്യം നമ്മള് വളരെ കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ ഗോയിങ് ഫോർവേഡും ഇങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. ഇഫ് യു ഗൈസ് ലൈക്ക് മൈ വ്ലോഗ്, ഡെഫിനറ്റ്ലി യു ക്യാൻ ഗിവ് എ തംസ് അപ്പ്. Then maybe if you want to see more vlog, subscribe to my channel. That's it. Love you all. കമന്റ് ആയിട്ടും രേഖപ്പെടുത്താം. എന്താ എങ്ങനത്തെ വ്ളോഗ്സ് ആണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെ കമന്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് കാണാം. അതെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഷ്ടപ്പെട്ട്. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.